അപ്പോൾ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ആഡ്സ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിപ്പം ഗൂഗിൾ സെർച്ച് റിസൾട്ടിലേക്ക് വരാനുള്ള ഗൂഗിൾ ആഡ്സ് റിസൾട്ടിലേക്ക് വരാനുള്ള ആഡുകൾ നമുക്ക് സെർച്ച് ആഡ്സ് എന്ന രീതിയിൽ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഒരു ബ്രാൻഡ് അവയർനെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറഞ്ഞത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലേക്ക് സ്കിപ്പബിൾ ആഡ്, നോൺ സ്കിപ്പബിൾ, ഡിസ്കവറി ആഡ്, ഫീഡ് ആഡ്, ബാനർ ആഡ്, ബമ്പർ ആഡ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആഡ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സ് വഴി ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു എന്താണോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണോ ഗോൾ, ആ ഒരു ഗോളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോയുടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയുടെ വ്യൂസ് കൂട്ടുക, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ആ ഒരു വീഡിയോസിൻ്റെ അതോടൊപ്പം തന്നെ കൂട്ടുക. ഇതാണ് നമ്മൾ ഒരു വീഡിയോയുടെ ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുക. ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നമുക്ക് അതിൻ്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ വേണം നിൽക്കാനായിട്ട്. സോ അവിടെ നിന്നും നമുക്ക് ന്യൂ ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ന്യൂ ക്യാമ്പയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെയാണ് നമ്മൾ പുതിയ ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ഇവിടെ സെറ്റപ്പ് ചെയ്യാനാണ്. സോ ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ ക്യാമ്പയിൻ, അതുപോലെ ലീഡ്സ്, വെബ്സൈറ്റ് ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആഡ്സുകൾ നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ ക്യാമ്പയിൻസ് നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഗോൾസ് ഒന്നും സെലക്ട് ചെയ്യാതെയും എനിക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഗോളൊന്നും ചൂസ് ചെയ്യാതെ ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. സോ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരു ആഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. സോ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ വ്യൂസ് കൂട്ടുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ് ടൈപ്പ് കാണാൻ പറ്റും. അതായത് ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ്റെ സബ് ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിലൊന്നാണ് വീഡിയോ വ്യൂസ് കൂടുതൽ ആളുകളിലേക്ക് ഒരു വീഡിയോയുടെ വ്യൂ ആണ് ഇൻക്രീസ് ചെയ്യാൻ ഈ ഒരു ഗോളെങ്കിൽ വീഡിയോ വ്യൂ സെലക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ എഫിഷ്യൻ്റ് റീച്ച്, ധാരാളം ആളുകളിലേക്ക് റീച്ച് എത്തിക്കാനായിട്ടാണ്, ആ ചാനൽ റീച്ചിലെത്തിക്കുക. അതൊക്കെ നമ്മൾ സ്കിപ്പബിൾ ആഡ്, നോൺ സ്കിപ്പബിൾ ആഡ്, അതുപോലെ തന്നെ ബമ്പർ ആഡ്സിലൊക്കെ ആയിരിക്കും ഈ ഒരു റീച്ചിലേക്ക് എത്തുന്നത്. പിന്നെ ടാർഗറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ തന്നെ സെയിം പേഴ്സൺ തന്നെ ഡിഫറെൻറ്റ് ടൈം അത് റിപ്പീറ്റ് ചെയ്ത് ആഡ് കാണിക്കുന്ന രീതിയിലേക്ക്, അതായത് ഒരാളിലേക്ക് കൂടുതൽ ഇൻജെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ആഡ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കുന്ന രീതിയിലിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നോൺ സ്കിപ്പബിൾ ഇൻസ്ട്രീം, അതായത് ഇൻസ്ട്രീമിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 15 സെക്കൻഡ് ഒരു സ്കിപ്പ് ചെയ്യാത്ത ഒരു ആഡ് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റൺ ചെയ്യിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാം. അതിനാണ് നോൺ സ്കിപ്പബിൾ ഇൻസ്ട്രീം എന്ന് പറയുന്നത്. അതോടൊപ്പം ഡ്രൈവ് കൺവേർഷൻ, എന്തെങ്കിലും കൺവേർഷനായിട്ട് എടുക്കാനായിട്ടാണെങ്കിൽ, അതായത് ആ ഒരു വീഡിയോയിലൂടെ ബിസിനസ്സിലേക്ക്, വെബ്സൈറ്റിലേക്ക് അവർ ലാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും കൺവേർഷൻ ആക്ഷൻ എടുക്കുന്ന രീതിയിലായിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആഡ് സീക്വൻസുകൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ് ടൈപ്പാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് വീഡിയോ വ്യൂസ് ആണ് എനിക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്, വീഡിയോ വ്യൂ കൂട്ടുവാനായിട്ടാണ്. സോ വീഡിയോ വ്യൂ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. ക്യാമ്പയിൻ്റെ അടുത്ത ആ ഒരു മെയിൻ ആയിട്ടുള്ള, അതായത് ഗോൾസ് എല്ലാം സെലക്ട് ചെയ്തു. ഇനി ക്യാമ്പയിൻ്റെ ആ നെയിം കൊടുക്കാനായിട്ടും അങ്ങനെ ഒരു പോർഷനിലേക്ക് ചെല്ലും. ഇവിടെയാണ് ക്യാമ്പയിൻ്റെ നെയിം കൊടുക്കുന്നത്. സോ ഇവിടെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ വ്യൂസ് കൂട്ടാണ്. അപ്പം അത് വെബ്സൈറ്റിൻ്റെ സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പോൾ സോ ഞാൻ അതിൻ്റെ പേര് കൊടുക്കുന്നത് വെബ്സൈറ്റ് സ്പീഡ് വീഡിയോ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ക്യാമ്പയിൻ ആയതുകൊണ്ട് ക്യാമ്പ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഡേറ്റും കൂടെ അതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ബിഡ് സ്ട്രാറ്റജി ഇവിടെ ചോദിക്കും. അതായത് ടാർഗറ്റ് CPV ആണ്, അത് കോസ്റ്റ് പെർ വ്യൂ, ഓരോ വ്യൂവിനായിരിക്കും ഇവിടെ ആ ഒരു എമൗണ്ട് ആകുന്നത്. സോ കോസ്റ്റ് പെർ വ്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ബഡ്ജറ്റ് ആൻഡ് ഡേറ്റ്സ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് എത്രയാണ് ബഡ്ജറ്റ്, ക്യാമ്പയിൻ ടോട്ടൽ എത്രയാണ്, അത് ഡെയിലി ആണോ അതോ ക്യാമ്പയിൻ ടോട്ടലായിട്ടാണോ, ആ ഒരു ഇത് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡെയിലി ഞാൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഞാനൊരു 100 കൊടുക്കുകയാണെങ്കിൽ ഡെയിലി എനിക്ക് സ്പെൻഡ് ആവുന്നത്, ഈ ഒരു ഗൂഗിൾ ആഡ് സ്പെൻഡ് ആവുന്നത് എത്രയായിരിക്കും, 100 ആയിരിക്കും എനിക്ക് സ്പെൻഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 100 കൊടുത്തു. 100 കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് കാണാൻ പറ്റും. അതായത് 10
27/10/2023, അതായത് 27 ഈ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എൻഡ് ഡേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, അതല്ല കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. സോ ഞാനിവിടെ എൻഡ് ഡേറ്റ് കൊടുക്കുന്നില്ല, അതായത് ഡെയിലി എനിക്ക് റൺ ചെയ്തോട്ടെ. എനിക്കത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് പൗസ് ചെയ്ത് വെച്ചാൽ മതി. സോ അതപ്പോൾ അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. ഇനി വരുന്നത് നെറ്റ്വർക്കാണ്. ഏതൊക്കെ നെറ്റ്വർക്കിലാണ് ഈ ഒരു ആഡ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്? സോ ഇവിടെ യൂട്യൂബിലാണ് വരേണ്ടത് അല്ലേ. യൂട്യൂബിലുള്ള ഡിഫറെൻറ്റ് ഓഡിയൻസിലേക്ക്, ഈ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക്, ഓക്കെ, അതിലേക്ക് വേണം ഈ ഒരു ആഡ് ഷോ ചെയ്ത് കാണിക്കാനായിട്ട്. സോ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് യൂട്യൂബ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. സോ താഴേക്ക് വരിക. ഇനി വീഡിയോ പാർട്ട്നേഴ്സ് ഓൺ ദി ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക്. മറ്റ് ഡിസ്പ്ലേ നെറ്റ്വർക്ക്, അതായത് ഗൂഗിളിൻ്റെ തന്നെ മറ്റ് ഡിസ്പ്ലേ നെറ്റ്വർക്കിലൊക്കെ, അതായത് എംബെഡഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഈ ഒരു വീഡിയോ ഷോ ചെയ്ത് കാണിക്കണമെന്നുള്ളതാണ്. സോ എനിക്ക് അങ്ങനെ വേണ്ടി വരുന്നില്ല, കാരണം എനിക്ക് വ്യൂസ് കൂട്ടിയാൽ മതി. അതായത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കാണുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ ഓരോ ചാനലിൽ കാണുന്നവരെ ആൾക്കാരെ വ്യൂവേഴ്സിന് വേണം, അല്ലെങ്കിൽ യൂസേഴ്സിന് വേണം എനിക്ക് കാണിക്കണം. സോ ഞാൻ അൺടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എൻ്റർ അനദർ ലൊക്കേഷൻ, അതുപോലെ തന്നെ ഇന്ത്യ, ഓൾ കൺട്രീസ്, അതായത് ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ കേരള ചൂസ് ചെയ്യുന്നു, കേരള കൊടുക്കുന്നു. കേരള കൊടുത്തതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കേരളമാണ് കൊടുത്തിട്ട് എനിക്കിവിടെ അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനായിട്ടും റേഡിയസ് വൈസിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക്, അതായത് ഇവിടെ നമുക്ക് ആ ഒരു ലെങ്ത് ദൂരം നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. കേരള എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ലൊക്കേഷനിലേക്കാണ് ഇത് പോയേക്കുന്നത്. സോ കേരള കൊടുത്തു. കേരള കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരിക. ഇവിടെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ലൊക്കേഷൻ കേരള അല്ല മറ്റ് ഇതിനകത്ത് തന്നെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഒഴികെ ബാക്കി എല്ലാ ലൊക്കേഷനിലേക്കും ആഡ് ചെയ്തു. സോ ഇവിടെ ഇനി ആഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ലാംഗ്വേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. സോ എനിക്ക് മലയാളം, ആ ഒരു കാറ്റഗറി ഉള്ളവരെ മാത്രം എനിക്ക് കാണിച്ചാൽ മതി. സോ മലയാളം ഞാൻ ടൈപ്പ് ചെയ്തു, ഇംഗ്ലീഷില്ല, മലയാളം മാത്രം. സോ താഴേക്ക് വരിക. ഇനി ഇവിടെ കണ്ടോ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് റിലേറ്റഡ് വീഡിയോസ് കൊടുക്കാം. അതായത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ആ വീഡിയോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ചാനൽ തന്നെ മറ്റ് വീഡിയോസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സോ ആ റിലേറ്റഡ് വീഡിയോസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ കൊണ്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിലേറ്റഡ് വീഡിയോസ് ഇവിടെ കൊടുക്കാൻ പറ്റും. സോ ഞാൻ ഇവിടുന്ന് റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് ലിങ്ക് കോപ്പി ചെയ്തു, വീണ്ടും വരുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു വീഡിയോ ഞാനിവിടെ പേസ്റ്റ് ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ ഇനിയും വേണമെങ്കിൽ റിലേറ്റബിൾ വീഡിയോസ് ഇനിയും കൊടുക്കാം. ഇവിടെ വരുന്നു, ഇതിൻ്റെയും ലിങ്ക് എടുക്കുന്നു, അതിനുശേഷം അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ 2 എണ്ണം കൊടുത്തു. ഇനി ഇവിടെ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. മെയിൻ വീഡിയോ ഇവിടെ വരും, അതിന് താഴെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തൊട്ട് താഴെയും വരും. സോ അത് മൊബൈലിലുള്ള വ്യൂ ആണ്. തൊട്ടപ്പുറേ ഡെസ്ക്ടോപ്പിലുള്ള വ്യൂസ് കാണിച്ചു തരും. അതിൽ നോക്കുക, രണ്ടും നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കത് കാണാൻ സാധിക്കും. അതായത് റിലേറ്റഡ് വീഡിയോസ് വിൽ ഓൺലി അപ്പിയർ ഓൺ മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസസ് മാത്രമേ ഉള്ളൂ റിലേറ്റഡ് വീഡിയോസ് വരത്തുള്ളൂ. സോ നമ്മളിവിടെ മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അത് കാണിക്കാം. നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് ഡൺ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. വീണ്ടും താഴേക്ക് വരിക. ഗെറ്റ് മോർ വ്യൂസ് വിത്ത് മൾട്ടി ഫോർമാറ്റ് വീഡിയോ ആഡ്സ്. ഡിഫറെൻറ്റ് ഫോർമാറ്റിലുള്ള വീഡിയോ ആഡ്സിലൂടെ നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് ഓണാക്കി കൊടുക്കുക. അത് ഓണാക്കി തന്നെ കിടക്കട്ടെ. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡിവൈസ്, അതിൻ്റെ ഫ്രീക്വൻസി, ആഡ് സ്കെഡ്യൂൾ, ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഡിവൈസിലാണ് കാണിക്കേണ്ടത്. ഷോ ഓൺ ഓൾ എലിജിബിൾ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ വരും, അതുപോലെ ടാബ്ലറ്റ് വരും, TV സ്ക്രീൻ എല്ലാം വരും. സോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. ഞാനിവിടെ സ്പെസിഫിക് ടാർഗറ്റിംഗ് ഡിവൈസസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് ഞാൻ മൊബൈൽ ഫോൺസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടാബ്ലറ്റ് ഇല്ല, TV സ്ക്രീനും ഇല്ല, കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ അത് രണ്ടും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് വരിക. ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. അതായത് ഒരാളെ എത്ര തവണ അതിന് ഒരു പെർ ഡേ ഇങ്ങനെ ആഡ് കാണിക്കണമെന്നുള്ളതാണ്. അതായത് അത് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ക്യാപ് വ്യൂ ഫ്രീക്വൻസിയിൽ എൻ്റർ നമ്പർ, അതായത് ഒരാളെ ഒരു തവണ കാണിച്ചാൽ മതിയെങ്കിൽ അവിടെ 1 കൊടുക്കുക. 1 കൊടുത്തതിന് ശേഷം വീണ്ടും അത് താഴേക്ക് വരിക.
വൺസ് വ്യൂ പെർ ഡേ ആണ് വരുന്നത്. ഓക്കെ, ആഡ് സ്കെഡ്യൂൾ ഓൾ ഡേ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൾ ഡേ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമും ആ ഒരുക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിത് ഫുൾ ഡേ കൊടുക്കുവാണ്. ആഡ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ടൈം ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. തേർഡ് പാർട്ടി മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, നണ്ണ് ആക്കി കൊടുക്കുക. വീണ്ടും താഴേക്ക് വരിക. ഇവിടെയാണ് ആഡ് ഗ്രൂപ്പിൻ്റെ നെയിം സെറ്റപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ക്യാമ്പയിൻ ചെയ്തു, ഇനി ആഡ് ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ഗ്രൂപ്പിൻ്റെ അവിടെ ഒരു നെയിം കൊടുക്കുക. അതായത് വീണ്ടും ഞാനിവിടെ പേര് കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്ന ആ സെയിം പിന്നെ വെബ്സൈറ്റ് സ്പീഡ് ആഡ് ഗ്രൂപ്പ് ആ ഡേറ്റും കൊടുത്തു. ഓക്കെ, വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്. ഡെമോഗ്രാഫിക് ആയിട്ടും ഓഡിയൻസ് സെഗ്മെൻറ്റ് അങ്ങനെയുള്ള ഏത് ആളുകളെയാണ് ഈ ഒരു വീഡിയോ വ്യൂ ചെയ്ത് കാണിക്കേണ്ടത്, ഷോ ചെയ്യേണ്ടത്. സോ ഇവിടെ ആയിരിക്കും അതൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ആദ്യം ഡെമോഗ്രാഫിക് കൊടുക്കണം, അതായത് ഏത് ഏജ് വരെയുള്ളവരാണ്. സോ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു 34 വരെയുള്ളവരെ മതി, അതിനപ്പുറത്തിട്ട് വേണ്ട. അതായത് 18 തൊട്ട് 34 വരെ മതി. സോ ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അൺടിക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് മാത്രമേ ഉള്ളൂ എനിക്കിവിടെ ഡെമോഗ്രാഫിക്കിൻ്റെ അവിടെ ചെയ്യാനുള്ളൂ. സോ അത് ഓരോ ആഡിൻ്റെ നേച്ചർ അനുസരിച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും താഴേക്ക് വരിക. ഇവിടെ നമുക്ക് ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓഡിയൻസ് സെഗ്മെൻറ്റ്സിലേക്ക് വരിക. അവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏത് ഓഡിയൻസിനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ രണ്ട് രീതി എടുക്കാം. സോ ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് ഇവിടെ കൊടുത്തു. അവിടെ കൊടുത്തിരിക്കുമ്പോൾ ഇത് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വരും. സോ അതിൽ നിന്നും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓക്കെ. ഇവിടെ നമുക്ക് ബിസിനസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിന്നും ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാത്രം കൊടുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാത്രം കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ഓക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ബിസിനസ് പ്രൊഫഷണൽസ് എന്നുള്ളത് അത് കൊടുത്തു. ഓക്കെ, വീണ്ടും നമുക്ക് വേറെ കീവേഡ് കൊടുക്കാം. വെബ്സൈറ്റ്,
ഓക്കെ, ഈ 2 ഓപ്ഷൻസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രൗസിൽ നോക്കാം. ബ്രൗസിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെ റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇവിടെ നിന്ന് ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഇതിനകത്തുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സെർച്ച് ബ്രൗസ് എടുക്കാതെ സെർച്ച് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. ഇനി കീവേഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനുണ്ട്. കീവേഡ്സിൽ കൊടുക്കുവാണെങ്കിൽ കീവേഡ്, അതായത് സെർച്ച് ചെയ്യുന്ന കീവേഡ്സുകളൊക്കെ നിങ്ങൾക്ക് കീവേഡ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഗൂഗിളും ഒക്കെ അല്ലെങ്കിൽ വിഡ്ഐക്യു എന്ന് പറയുന്ന ടൂൾസൊക്കെ ഉണ്ട്. ഈ യൂട്യൂബ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ്. അതിനകത്തൊക്കെ നിങ്ങൾക്ക് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ആ കീവേഡ്സ് ഇവിടെ ആഡ് ചെയ്യുവാണെങ്കിൽ ആ കീവേഡ് റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്തിരിക്കുന്ന ഓഡിയൻസിലേക്ക് ചെന്നെത്തിക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് ടോപ്പിക്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് സെഗ്മെൻറ്റ് പോലെ തന്നെ മറ്റൊരെണ്ണമാണ് ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിനവിടെ ഒന്നെങ്കിൽ നിങ്ങളവിടെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ക്വറി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും URL ഉണ്ടെങ്കിൽ, വെബ്സൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബിന് URL ഉണ്ടെങ്കിൽ അത് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ടോപ്പിക്ക് ഏതൊക്കെയാണോ അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സോ ഇവിടെ നമുക്ക് ഓക്കെ, ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരുപാട് ടോപ്പിക്കുകൾ വരുന്നു. സോ ഇതിനോട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു ബിഹേവിയർ ഉള്ളവരിലേക്കായിരിക്കും ഈ ഒരു ആഡ് റൺ ചെയ്യുന്നത്. സോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അഡ്വർടൈസിങ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ വെബ് സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്. സോ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഈ വീഡിയോ അവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും. സോ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, റൈറ്റ് സൈഡിൽ അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് നാരോ ആയിക്കൊണ്ടേയിരിക്കും. സോ ഏതെങ്കിലും ഒരു ടാർഗറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഓഡിയൻസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്ന് നോക്കാം. സോ മാറ്റം ഒന്നും തന്നെ വന്നിട്ടില്ല. സോ നമുക്ക് ടോപ്പിക് ഒന്നുകൂടെ എടുക്കാം. ടോപ്പിക് എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ, ടോപ്പിക്കിൽ കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ആ ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നത്. സോ ഇവിടെ നിന്നും വീണ്ടും അഡ്വർടൈസ് മാർക്കറ്റിംഗ് കൊടുത്തു കഴിയുമ്പോൾ ഒരു ക്യാമ്പയിൻ വിൽ ഗെറ്റ് ഫ്യൂ ഓർ നോ ഇംപ്രഷൻസ് ബിക്കോസ് യുവർ ടാർഗറ്റിംഗ് ഈസ് ടു നാരോ ആണ്. ഒരുപാട് നാരോ ആയി പോയതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടുന്ന് ടോപ്പിക് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ്മെൻറ്റ് നമ്മൾ കാണുന്നത്. വീണ്ടും നമ്മൾ ഓഡിയൻസ് സെഗ്മെൻറ്റ് ചെല്ലുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. സോ നമ്മളിവിടുന്ന് ബിസിനസ് പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്നൊക്കെ ടൈപ്പ് ചെയ്യാം. മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ വെബ് ഡിസൈൻ കൊടുത്തു കഴിയുമ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ അത് കാണിച്ചു തരും. സോ അത് ചൂസ് ചെയ്തും കൊടുക്കുക. സോ ഇവിടെ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 2 എണ്ണം മതി. ഓക്കെ, വീണ്ടും താഴേക്ക് വരിക. ഇനി ഇവിടെ നമുക്ക് പ്ലേസ്മെൻറ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയായിരിക്കും നമ്മൾ പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഏതെങ്കിലും യൂട്യൂബ് ചാനലിലേക്ക് മാത്രമാണ് ഈ ഒരു ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനൽ എൻ്റർ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാനലിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു ആഡ് റൺ ചെയ്യുന്നത്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പ്ലേസ് കൊടുക്കുക. അതല്ല എല്ലാ യൂട്യൂബ് ഈ ഒരു ഗൂഗിൾ ഫൈൻഡ് ചെയ്ത് എവിടെയൊക്കെയാണോ നമ്മുടെ ഓഡിയൻസ് വരുന്നത് അവിടെ എല്ലാം ഈ ഒരു ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ. സോ ലാസ്റ്റ് വരുന്നതാണ് ക്രിയേറ്റ് യുവർ വീഡിയോ ആഡ്. ഇവിടെയായിരിക്കും നമ്മൾ ആ ഫൈനൽ വീഡിയോ ചെയ്യുന്നത്. അതായത് ഏത് വീഡിയോ ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെയായിരിക്കും കൊടുക്കുന്നത്. സോ വരിക, എന്നിട്ട് അതിനുശേഷം ഏത് വീഡിയോ ആണെന്ന് വെച്ച് ആ വീഡിയോ ഇവിടുന്ന് ചൂസ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് എടുക്കുക. ലിങ്ക് എടുത്തതിന് ശേഷം അത്
ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വീഡിയോ ലോങ്ങർ ദാൻ 3 മിനിറ്റ്, അതായത് 3 മിനിറ്റ്സ് കൂടുതലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്രയും പെർഫോം ചെയ്യില്ല. സോ 3 മിനിറ്റ് ആ ഒരു ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിൽക്കുന്ന വീഡിയോസ് വേണം സെലക്ട് ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത്. സോ എനിവേ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ അവിടെ പല ഇഷ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എനിവേ ഇവിടെ നമുക്ക് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ഡെസ്ക്ടോപ്പിൽ വരുന്നത്, ടി വിയിൽ വരുന്നത്, ഇതാണ് ഇതിൻ്റെ മൊബൈലിൽ വരുന്ന ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ തൊട്ട് താഴെ ഫൈനൽ URL കൊടുക്കാം. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ URL ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്താലും മതി. സോ ഇവിടെ ഞാൻ വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഫൈനൽ URL അത് കൊടുത്തു. ഡിസ്പ്ലേ URL വേണമെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കോൾ ടു ആക്ഷൻ, അതായത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഈ ഒരു URL ആയിരിക്കും. അതായത് ഈ ഒരു URLന് ശേഷം ഇവിടെ പാത്തായിട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ ഒരു കോൾ ടു ആക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു കോൾ ടു ആക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ വിസിറ്റ് നൗ എന്ന് പറയുന്നത് കൊടുത്തു. ഇനി ഹെഡ്ലൈൻ, അതായത് ഈ ഒരു വീഡിയോയുടെ ഹെഡ്ലൈന് ആ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ വീഡിയോ കൊണ്ട് എന്ത് പെയിൻ പോയിൻറ്റ്സ് ആണ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് കണ്ടൻറ്റ്, അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സോ അവിടെ ഞാൻ ഓക്കെ അങ്ങനെ ഒരെണ്ണം കൊടുത്തു, ഒരു ലോങ് ആയിട്ടുള്ള കൊടുത്തു. അതിനുശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. നന്നായിട്ട് വേണം ഈ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്യാനായിട്ടും, അതുപോലെ ഹെഡിങ്, കാരണം ഹുക്കായിരിക്കണം. ആളുകൾ ഇത് കണ്ടു കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി വരണം. സോ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. സോ അതെല്ലാം ചെയ്യുക. അതെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആഡിൻ്റെ എല്ലാം. അതായത് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു, താഴേക്ക് വന്നു, അവിടെ നമ്മൾ കോൾ ടു ആക്ഷൻ കൊടുത്തു, വെബ്സൈറ്റിൻ്റെ സ്പീഡ് എന്നുള്ള ഒരു ഹെഡ്ലൈൻ, ഇമ്പ്രൂവ് ദ വെബ്സൈറ്റ് സ്പീഡ് നൗ എന്ന് പറയുന്ന ഒരു ലോങ് ഹെഡ്ലൈൻ, പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തു. സോ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് URL ഓപ്ഷൻ ഒന്നുണ്ട്. അതായത് നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ URL ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ളത് ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിലേക്ക് ആൾ വന്നിട്ടുണ്ടോ ആ ഒരു URL നമുക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ URL ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു URL യൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തവരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ജനറേറ്റ് യൂസിങ് യുവർ ചാനൽ ബാനർ, അതായത് നമ്മുടെ ചാനലിൻ്റെ ബാനർ ഈ ഒരു ഗൂഗിൾ ആഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ആഡ് കാണിക്കും. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വേണോ അല്ലതല്ല അപ്ലോഡ് ആണ് ഇമേജ്, ഏതെങ്കിലും വേറൊരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ആ ഇമേജ് എവിടെയാണോ ആപ്റ്റായിട്ട് വരുന്നത് അവിടെ ഈ ഗൂഗിൾ ആഡ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. സോ ഇനി ആഡിൻ്റെ നെയിം കൊടുക്കുക. ആഡ് നെയിം വെബ്സൈറ്റ് സ്പീഡ് എന്ന് കൊടുക്കുക. ദെൻ ആഡ്സ് എന്ന് കൊടുത്തു. അതും സെലക്ട് ചെയ്ത് ആ ഡേറ്റും കൊടുത്തു. വീണ്ടും താഴേക്ക് വരിക. ഇവിടെ നമുക്ക് ബിഡ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ്. അതായത് ഓരോ വ്യൂസിനും എത്രയാണ് ബിഡ് പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു CPV ആണ് വരുന്നത്, കോസ്റ്റ് പെർ വ്യൂ എന്നുള്ള ഒരു ഇതിലാണ് നമുക്കത് വരുന്നത്. സോ നമുക്കിവിടെ CPV സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം ടാർഗറ്റ് CPV മാനുവലായിട്ട്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യൂവിന് ഓൾമോസ്റ്റ് ഒരു 0.84 പൈസയാകും. സോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സോ അതായിരിക്കും എമൗണ്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് റൺ ആയിട്ട് നോക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ അതിൻ്റെ വ്യൂസ് കൂട്ടാനായിട്ടും നമ്മുടെ ചാനലൊന്ന്
വരാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിന്ന് കൺഫേം ചെയ്ത് കൊടുക്കണം. സോ ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. ഓക്കെ, വീണ്ടും കണ്ടിന്യൂ, അതായത് കൺഗ്രാജുലേഷൻ യുവർ ക്യാമ്പയിൻ ഈസ് റെഡി. ഓക്കെ, അവിടെ നമ്മൾ കണ്ടിന്യൂ ക്യാമ്പയിൻ കൊടുത്തു കഴിയുമ്പോൾ ആ ആഡ് നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിൽ ആഡ് ഗ്രൂപ്പായിട്ടും ഇവിടെ കാണിച്ച് തരും. സോ ഇവിടെയാണ് നമുക്ക് ക്യാമ്പയിൻ കാണുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ചെറിയൊരു ആരോ മാർക്ക് കാണാം. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്യാമ്പയിൻ ഇതാണ്. ഈ ഒരു ക്യാമ്പയിൻ്റെ ആഡ് ഗ്രൂപ്പാണ് ഇവിടെ തന്നേക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ വ്യൂസ് കൂട്ടാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. സോ ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ഇതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇത് എലിജിബിളാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നോക്കാം. സോ താങ്ക് യു.